എല്ലാവർക്കും കമലൂബിൽ PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2024 ജാനുവരിയിലെ കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും, പ്രത്യേകിച്ച് ഇനി അടുത്ത് വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം, അതുപോലെ LDC എക്സാം, LGS എക്സാമിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പോൾ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ? അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പത്രവാർത്തകൾ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ നിന്നാണ്. ഓക്കെ, ശരി. ഈ പത്രവാർത്തകൾ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ആയിരിക്കും, നിങ്ങളൊരു മെമ്പർ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, പത്രവാർത്തകൾ എന്ന് സെർച്ച് ചെയ്ത് നോക്കി അതിൽ ജോയിൻ ചെയ്യുക. ഡെയിലി കറണ്ട് അഫേഴ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ്. ന്യൂസ് പേപ്പറിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ഒരു അവാർഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണെന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണൻ. ഓക്കെ, കൃഷ്ണൻ, ആ ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന വാക്കുമായിട്ട് നമുക്കത് കണക്ട് ചെയ്ത് വെക്കാം. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയാണ് കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇതിന് മുന്നത്തെ വർഷം 2022 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? അംബികാസുധൻ മങ്ങാട്. അദ്ദേഹത്തിൻ്റെ പ്രാണവായു എന്ന് പറയുന്ന കൃതി. 2021 ഓടക്കുഴൽ അവാർഡ് ജേതാവ് സാറാ ജോസഫാണ്. സാറാ ജോസഫിൻ്റെ ബുധിനി എന്ന് പറയുന്ന കൃതി. ഓക്കെ ആണോ? മനസ്സിലായോ? ശരി. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണൻ, കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരം. ഇനി 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു. 2021 സാറാ ജോസഫിന്റെ ബുധിനി. 30,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് ഈ ഒരു ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരളവർമ്മ. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ, PR കുമാര കേരളവർമ്മ. സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരളവർമ്മ. 2 ലക്ഷം രൂപയാണ് സമ്മാന തുകയായിട്ട് കിട്ടുന്നത്. 2020 സ്വാതി സംഗീത പുരസ്കാരം നേടിയത് ഡോക്ടർ K ഓമനക്കുട്ടിയാണ്. 2020 സ്വാതി സംഗീത പുരസ്കാരം നേടിയത് ഡോക്ടർ K ഓമനക്കുട്ടി. 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് PR കുമാര കേരളവർമ്മ. ഓക്കെ, PR കുമാര കേരളവർമ്മ. ഓക്കെ, കർണാട്ടിക് മ്യൂസിഷ്യൻ ആണ്. കർണാട്ടിക് മ്യൂസിഷ്യൻ PR കുമാര കേരളവർമ്മ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡ് ലഭിച്ചത്. 16ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് E സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞേ, E സന്തോഷ് കുമാർ. ഏത് സന്തോഷ് കുമാർ? E സന്തോഷ് കുമാർ അല്ലേ? ഓക്കെ, ശരി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് E സന്തോഷ് കുമാർ. നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. നാരകങ്ങളുടെ ഉപമ. ഓക്കെ, നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 15ാമത് പുരസ്കാരം നേടിയത് ആരാ? M മുകുന്ദന്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന് പറയുന്ന കൃതിക്കാണ്. ഇത് ഓൾറെഡി PSC ചോദിച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. PYQ ആയിരുന്നു. 15ാമത് പുരസ്കാരം നേടിയ നൃത്തം ചെയ്യുന്ന കുടകൾ അത് ചോദിച്ചിട്ടുണ്ട്. ഏത് കൃതിക്കാണ് പുരസ്കാരം കിട്ടിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. നൃത്തം ചെയ്യുന്ന കുടകൾ. ഓക്കെ ആണോ? അപ്പോൾ ശരി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 16ാമത് ബഷീർ അവാർഡ്. 16ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? E സന്തോഷ് കുമാർ. ഓക്കെ, E സന്തോഷ് കുമാർ. ഏത് കൃതി? നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരം. ഓക്കെ, മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
സംസ്ഥാന സർക്കാരിന്റെ 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 പുരസ്കാരം ഇപ്പം നമ്മൾ പഠിക്കുവാണല്ലേ എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ കുറേ പുരസ്കാരം ഇങ്ങനെ കൊടുത്തു. പുതിയ വർഷമായില്ലേ, അപ്പോൾ പോയ വർഷത്തെ പുരസ്കാരമൊക്കെ അങ്ങനെ കൊടുക്കുവാണ്. ഇതിപ്പോൾ 2024 ഹരിവരാസന പുരസ്കാരമാണ് PK വീരമണിദാസൻ. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് PK വീരമണിദാസൻ. സംസ്ഥാന സർക്കാരിൻ്റെ 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസൻ എന്ന് പറയുന്ന തമിഴ് ഗായകനാണ്. എനിക്ക് തോന്നുന്നു കല്ലും മുള്ളും കാലിക്കും എത്തേ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, സ്വാമി അയ്യപ്പ എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ പാടിയത് PK വീരമണിദാസാണ്. തമിഴ് പിന്നണി ഗായകനാണ്. സർവമത സാഹോദര്യത്തിനും സമഗ്ര സംഭാവനയ്ക്കുമുള്ള സർഗാത്മക പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് അവാർഡ് കൊടുത്തത്. 2023 അവാർഡ് ജേതാവ് ആരാ? ശ്രീകുമാരൻ തമ്പി. ആദ്യത്തെ പുരസ്കാരം കൊടുക്കുന്നത് 2012 അത് ലഭിച്ചത് KJ യേശുദാസിനാണെന്ന് കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഹരിവരാസന പുരസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് PK വീരമണിദാസൻ, തമിഴ് പിന്നണി ഗായകനാണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. MK സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. ഓക്കെ, MT വാസുദേവൻ നായർക്കാണ്. MK സാനു മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ നായർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ. ഓക്കെ, ശരി. 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, ഡ്രാമ വിഭാഗം മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ. ഈ ഓപ്പൺഹൈമർ എന്ന് പറയുന്ന സിനിമയ്ക്ക് തന്നെ 5 പുരസ്കാരമാണ് ലഭിച്ചത്. ഓക്കെ, ആറ്റം ബോംബിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന റോബർട്ട് ഓപ്പൺഹൈമറിന്റെ ജീവിതമാണ് ഈ ഒരു ചിത്രത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഡ്രാമ വിഭാഗം മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ. ഓക്കെ, ഇനി മികച്ച സിനിമ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച സിനിമയാണ് പുവർ തിങ്സ് എന്ന് പറയുന്നത്. പുവർ തിങ്സ്. ഓക്കെ, ഇനി ആരാണ് മികച്ച സംവിധായകൻ? ക്രിസ്റ്റഫർ നോളൻ. ഓപ്പൺഹൈമറിന്റെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളൻ ആണ് മികച്ച സംവിധായകൻ. ഓക്കെ, ഇനി മികച്ച നടൻ ആരാണ്? മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച നടൻ കിലിയൻ മർഫി, മികച്ച നടൻ. ഓക്കെ, ഇനി മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്. മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. ഓക്കെ, ഇനി മികച്ച അന്യഭാഷാ ചിത്രം ഏതെന്ന് നോക്കിക്കോളൂ. അനാട്ടമി ഓഫ് എ ഫാൾ ആണ് മികച്ച അന്യഭാഷാ ചിത്രം. ഓക്കെ, ഇനി മികച്ച ആനിമേഷൻ ചിത്രമാണ് ദ ബോയ് ആൻഡ് ഹീറോയിൻ എന്ന് പറയുന്നതാണ് മികച്ച ആനിമേഷൻ ചിത്രം. ഓക്കെ, ഇനി മികച്ച ഒറിജിനൽ സോങ് വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ. ബാർബിയിലെ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന് പറയുന്നതാണ് മികച്ച ഒറിജിനൽ സോങ്. ഇനി ഇവിടെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഗോത്ര വനിതയാണ് ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. ഓക്കെ, ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ആണ്. നമ്മൾ പറഞ്ഞില്ലേ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ലില്ലി ഗ്ലാഡ്സ്റ്റോൺ. അപ്പൊ ഈ ലില്ലി ഗ്ലാഡ്സ്റ്റോൺ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഗോത്ര വനിതയാണ് എന്നോർത്തു വെക്കുക. അപ്പൊ ശരിക്കും പഠിച്ചത് 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2024 മികച്ച സിനിമ ഡ്രാമ വിഭാഗം മികച്ച സിനിമ ഓപ്പൺഹൈമർ. അതിന്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. അതിൽ അഭിനയിച്ച ആരാണ്? കിലിയൻ മർഫി. ഓക്കെ, അപ്പം ക്രിസ്റ്റഫർ നോളന് മികച്ച സംവിധായകനായിട്ടും കിലിയൻ മർഫിക്ക് മികച്ച നടനായിട്ടും ഒക്കെ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് 5 പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കോളൂ. നമ്മൾ പഠിക്കുന്നത് സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരമാണ്. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം. ഈ സ്വച്ഛ് സർവേക്ഷൺ എന്ന് പറഞ്ഞാലേ നമുക്ക് ഓർമ്മ വരുന്നത് ഇൻഡോർ ആയിരിക്കും അല്ലേ? ഇത്തവണ അത് തെറ്റിയിട്ടില്ല. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറും സൂറത്തുമാണ്. ഓക്കെ, ഇൻഡോർ മാത്രമല്ല, ഇത്തവണ സൂറത്ത് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ശരി. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറും സൂറത്തുമാണ്. ഇനി രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം ചോദിച്ചാലോ? മഹാരാഷ്ട്രയാണ് രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മഹാരാഷ്ട്ര. കേരളത്തിന്റെ കാര്യമാണെങ്കിലോ കേരളം 22ാം സ്ഥാനത്താണ്. ഇപ്പൊ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര, കേരളം 22ാം സ്ഥാനത്താണ്. ഇപ്പൊ വൃത്തിയുള്ള നഗരം ചോദിച്ചാൽ നമുക്കൊരു ഡൗട്ടും ഇല്ല, ഇൻഡോറും പിന്നെ കൂടെ സൂറത്തും കൂടെ ഓർത്തു വെക്കുക കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. ആരാണ്? ഷെയ്ഖ് ഹസീനയാണ് ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി, ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിന്റെ 12ാമത് പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന എന്ന് ഓർത്തു വെക്കുക. 5ാമത്തെ തവണയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്നത്. തുടർച്ചയായിട്ട് 4ാം തവണ. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 5 തവണയാണ്. 5ാമത്തെ തവണയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാവുന്നത്. ഏത് പാർട്ടിയാണ്? അവാമി ലീഗിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് ഷെയ്ഖ് ഹസീനയാണ്. ബംഗ്ലാദേശിന്റെ 12ാമത് പ്രധാനമന്ത്രിയാണെന്ന് ഓർത്തു വെക്കുക. അവാമി ലീഗ്. ഏത് പാർട്ടിയാ? അവാമി ലീഗ്. ഷെയ്ഖ് ഹസീന അവാമി ലീഗ്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാണ് അല്ലേ? ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ഏതാ? ധാക്ക. ഓക്കെ, അതൊക്കെ അറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജനുവരിയിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴയാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് ആദ്യമായിട്ട് വേദിയാവുകയാണ്. കേരളത്തിലെ ഒരു ജില്ല ആദ്യമായിട്ട് വേദിയാവുന്നു. അത് ഏത് ജില്ലയാണ്? രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാവുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. 2024 ജനുവരിയിൽ കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരമാണ് ഇവിടെ വെച്ച് നടന്നത്, ആലപ്പുഴയിൽ വെച്ച് നടന്നത്. ഓക്കെ, ശരി. KCSD കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ആലപ്പുഴ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. ആലപ്പുഴ ജില്ലയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം നടന്നു എന്ന് ജസ്റ്റ് ഒരു അറിവുണ്ടായാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം വീരമങ്കൈ. വീരമങ്കൈ ഇതാ നിൽക്കുന്ന നമ്മുടെ വീരമങ്കൈ അല്ലേ? വീരമങ്കൈ ഇതാ ഉണ്ട്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് വീരമങ്കൈ. ഇപ്പൊ 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്? സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉത്സവം. പേരെന്താണ്? ഉത്സവം. ഓക്കെ, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉത്സവം. കൈറ്റ് ആണ് ഈ ഒരു ആപ്പ് വികസിപ്പിച്ചത്. കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. ഓക്കെ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ് ആണ് എന്ത് ചെയ്തത്? ഈ ഒരു ആപ്പ് വികസിപ്പിച്ചത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ് ആണ് ഉത്സവം എന്ന് പറയുന്ന ആപ്പ് വികസിപ്പിച്ചത്. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതായിരുന്നു? കൊല്ലത്താണ് ഈ തവണ കലോത്സവം നടന്നത്. 2024 കലോത്സവം നടന്നത് കൊല്ലത്താണ്. കൊല്ലോത്സവം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ശരി. അപ്പോൾ ആ ഒരു ആപ്പിൻ്റെ പേരറിയാം, ഉത്സവം. അത് വികസിപ്പിച്ചത് കൈറ്റ് ആണെന്നും അറിയാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 27ാമത് ദേശീയ യുവജനോത്സവ വേദിയാണ് നാസിക് എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പോൾ 27ാമത് ദേശീയ യുവജനോത്സവ വേദി നാസിക് ആണ്. ഇനി ദേശീയ യുവജന ദിനം എന്നാണ്? ജനുവരി 12 ആണ് ദേശീയ യുവജന ദിനം. ജനുവരി 12. ഓക്കെ, സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ശരി. 27ാമത് ദേശീയ യുവജനോത്സവ വേദി നാസിക്, മഹാരാഷ്ട്രയിൽ നാസിക് ആണ്. ഓക്കെ, ശരി, ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച വിദേശ സർവകലാശാലയുടെ ആദ്യ ക്യാമ്പസ് തുറന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. ഡീക്കിൻ യൂണിവേഴ്സിറ്റി, ഓസ്ട്രേലിയയിലെ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഫോറിൻ യൂണിവേഴ്സിറ്റി ടു സെറ്റ് അപ്പ് ക്യാമ്പസ് ഇൻ ഇന്ത്യ. ഓക്കെ, അത് ഡീക്കിൻ യൂണിവേഴ്സിറ്റി ആണെന്ന് ഓർത്തു വെക്കുക.
ഗിഫ്റ്റ് സിറ്റിയിലാണ്, ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം. ഓക്കെ, ഇവിടെ ഇടയ്ക്ക് പശു വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, ശരി, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ പറയുന്ന ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് ശിവ്തി നവസേവ അടൽ സേതു. ഓക്കെ, ശിവ്തി നവസേവ അടൽ സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പാലത്തിനെയാണ് പുനർനാമകരണം ചെയ്ത് ഈ ശിവ്തി നവസേവ അടൽ സേതു പാലം എന്ന് ആക്കിയത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് ശിവ്തി നവസേവ അടൽ സേതു. ഓക്കെ, നീളം എത്രയാണ്? 21.8 കിലോമീറ്റർ അല്ലെങ്കിൽ 22 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് കെ-സ്മാർട്ട്. ഓക്കെ, തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, ശരി. അപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ആരംഭിക്കുന്ന ആപ്ലിക്കേഷനാണ് കെ-സ്മാർട്ട്. കെ-സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. ന്യൂ ഇയറിന് 2024 ജനുവരി 1. കേരള ലോഞ്ച്ഡ് കെ-സ്മാർട്ട് ആപ്പ് ഫോർ ഡിജിറ്റൽ ആക്സസ് ടു ലോക്കൽ ഗവൺമെന്റ് സർവീസസ്. ലോക്കൽ ഗവൺമെന്റ് സർവീസസ് ആക്സസ് ചെയ്യാൻ വേണ്ടി കേരളം എന്ത് ചെയ്തു? കെ-സ്മാർട്ട് എന്ന് പറയുന്ന ആപ്പ് ലോഞ്ച് ചെയ്തു അല്ലേ? ഓക്കെ, തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പുതിയ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നതാണ് കെ-സ്മാർട്ട്. ജനുവരി 1 മുതൽ കെ-സ്മാർട്ട്. ഓക്കെ, ശരി, അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് കൂടുതലുണ്ടോ ചേട്ടാ? ഞാൻ കറക്റ്റ് അല്ലേ പോകുന്നത്? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയണം കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇനി ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി, ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നതിന് വേണ്ടി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. ഓക്കെ, ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ അമൃത്. അമൃത് എന്തിനാണ് കുടിക്കുന്നത്? മരിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? നമ്മൾ പറയാറുണ്ട് അധികമായാൽ അമൃതും വിഷം. അപ്പോൾ ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ വേണ്ടി ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ കർശന നടപടി. ഓപ്പറേഷൻ അമൃത് വരുന്നു അല്ലേ? ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതിൻ്റെ വിവരങ്ങൾ കൃത്യമായി ഫാർമസികൾ സൂക്ഷിക്കേണ്ടതാണ്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ വിൽക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഒരു പോസ്റ്റർ അവിടെ ആ ഒരു സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്ന ഫാർമസികൾക്കും മെഡിക്കൽ സ്റ്റോറുകൾക്കും എതിരെ കർശന നടപടി എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ മിസ്യൂസ് ചെയ്യുന്നത് തടയാൻ വേണ്ടി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്ക് രൂപീകരിച്ച ഡിമൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി. ഓർമ്മത്തോണി. എന്താ ഓർമ്മത്തോണി എന്ന് പറഞ്ഞാൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. ഡിമൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. ഓർമ്മത്തോണി. ഓക്കെ, ഓർമ്മത്തോണി എന്ന് പറഞ്ഞാൽ എന്താ? ഡിമൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി. ഓക്കെ, അപ്പോൾ അതോടെ ഓർത്ത് വെച്ചേക്കാം, ഓർമ്മത്തോണി. ഇനി അടുത്തത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം. ഡിജി കേരളം എന്താ? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഓക്കെ, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക. ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റുക അല്ലേ? ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റുക. അതൊക്കെയല്ലേ ഉദ്ദേശിക്കുന്നത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം. കണ്ടോ ഈ അമ്മൂമ്മ? കണ്ടോ ഇരുന്ന് മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ടോ? ഹെഡ്സെറ്റിൽ പാട്ടും കേൾക്കുന്നുണ്ടോയെന്ന് തോന്നല്ലേ? അതോ ഇനി ക്ലാസ് കേൾക്കുവാവോ? ഓക്കെ, അപ്പോൾ ശരി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം. ഡിജി കേരളം. ഓക്കെ, ഇനി അടുത്തത്
ആരുടെ ആത്മകഥയാണ് ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്? ആ പേര് തന്നെ ഉണ്ട്, ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കോ. എൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നു. ഇത് പത്രത്തിൽ വന്നായിരുന്നേ. കൊടക്കമ്പി എന്നായിരുന്നു പരിഹാസപ്പേര്. കൊടക്കമ്പി എന്നായിരുന്നു എൻ്റെ പരിഹാസപ്പേരല്ലേ. എല്ലാവരും കളിയാക്കി. മെലിഞ്ഞിരിക്കുന്നുണ്ട്, കഷ്ടം, ഒരിക്കൽ ആർക്കൊക്കെയോ തണലായിരുന്ന കുടയുടെ ഒരു അവശിഷ്ടം. ഞാനതിൽ വേദനിച്ചില്ല. കുടക്കമ്പി വളച്ച് അമ്പും വില്ലും ഉണ്ടാക്കി ആർക്കു നേരെയും തൊടുക്കാനും നിന്നില്ല. സിനിമ എന്ന വലിയൊരു ആകാശം എനിക്ക് കുടയായി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തണലിൽ ഞാൻ സ്വസ്ഥനായി കാത്തുനിന്നു. കണ്ണീരിൻ്റെ നനവിൽ തട്ടി അംഗീകാരങ്ങളുടെ വെയിൽനാളങ്ങൾ പതുക്കെ എൻ്റെ ആകാശത്തിൽ ഒരു മകവില്ലായി തീരുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ അതൊരു കൊടക്കമ്പിയല്ല, ഇന്ദ്രധനുസ്. കണ്ടോ? നമുക്കിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു മോട്ടിവേഷൻ അല്ലേ, അങ്ങനെ ഒരു സംഭവം നമുക്ക് തോന്നുന്നില്ലേ? ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്കും ഇങ്ങനെയുള്ള കുറേ എന്തുവാണ് ഈ പറഞ്ഞ പോലെ കളിയാക്കലോ പരിഹാസമോ ഒക്കെ നമ്മുടെ നേരെയും വരുന്നുണ്ടാവും. നമ്മളതിൽ വേദനിക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം പറഞ്ഞത് സിനിമ എന്ന വലിയൊരു ആകാശം ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ട് വലിയൊരു ആകാശം, നമ്മുടെ സ്വപ്നങ്ങൾ അല്ലേ. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ മതി, വേറൊന്നും മനസ്സിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഏതവസ്ഥയിൽ നിൽക്കുന്ന ആളാണെങ്കിലും ശരി, ഇനി എന്ത് വന്നാലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ISRO ആദ്യമായിട്ട് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഓക്കെ, അപ്പോൾ GSAT-20 ISRO ആദ്യമായിട്ട് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? GSAT-20 ആണ്. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ GSAT-20 സഹായിക്കും. ഓക്കെ, ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇൻ്റർനെറ്റ് സേവനം നൽകാൻ സഹായിക്കുന്ന GSAT-20 ആണ് ഈ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും സ്പേസ് എക്സും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് GSAT-20 വിക്ഷേപണത്തിനായിട്ട് ഈ ഒരു ഫാൽക്കൺ 9 ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ എന്താ, ഫാൽക്കൺ 9 റോക്കറ്റിലാണ് GSAT-20 വിക്ഷേപിക്കുന്നത്. ഈ GSAT-20യുടെ ഉപയോഗം എന്തുവാ? അതിവേഗ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ സഹായിക്കും അല്ലേ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഫാൽക്കൺ 9 അയക്കുന്നത്? കാര്യം ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും സ്പേസ് എക്സും തമ്മിലൊരു കരാറുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ GSAT-20 വിക്ഷേപിക്കാൻ വേണ്ടി ഫാൽക്കൺ 9 ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പെരഗ്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, പെരഗ്രിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ അപ്പോൾ ചന്ദ്രനിലേക്കാണ് എന്നോർക്കുക, അമേരിക്കയുടെ ആണ്. സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പെരഗ്രിൻ എന്ന് പറയുന്നത്. ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ദൗത്യം. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്വകാര്യ ബഹിരാകാശ ദൗത്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പെരഗ്രിൻ. ഓക്കെ, പെരഗ്രിൻ രൂപകൽപ്പന ചെയ്തത് അസ്ട്രോബോട്ടിക് ആണ് പെരഗ്രിൻ രൂപകൽപ്പന ചെയ്തത്. 50 വർഷത്തിനിടെ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമാണ് ഈ പെരഗ്രിൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, 50 വർഷത്തിനിടെ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമാണ് പെരഗ്രിൻ. ഓക്കെ, ശരി. അപ്പോൾ ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് പെരഗ്രിൻ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമ്മുടെ ആദിത്യ L1 മിഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ എക്സ്പ്ലോറർ ആദിത്യ L1 മിഷൻ. ഇന്ത്യയുടെ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിലും എത്തി. അതാണ് 2024 ജനുവരി 6-ന് 127 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഈ ഒരു ലക്ഷ്യത്തിലെത്തിയത്, ഈ ലഗ്രാഞ്ച് പോയിന്റിലെത്തിയത്. ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം തുല്യമായിരിക്കുന്ന പോയിന്റാണ് ഈ ലഗ്രാഞ്ച് 1 എന്ന് പറയുന്ന പോയിന്റ്. ലഗ്രാഞ്ച് 1 പോയിന്റ് അല്ലെങ്കിൽ L1 പോയിന്റ് എന്ന് പറയുന്നത് അതാണ് ആദിത്യ L1. ഓക്കെ, ആദിത്യ L1 സൗരദൗത്യത്തിൽ വിജയിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ.
ഇനി ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്. നിഗർ ഷാജിയാണ് ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. ആദിത്യ L1 പേലോഡുകൾ, എത്ര പേലോഡ് ഉണ്ടായിരുന്നു? 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ആദിത്യ L വിക്ഷേപണം എന്നായിരുന്നു 2023 സെപ്റ്റംബർ 2 എന്നാണ് ഈ ഒരു ലക്ഷ്യത്തിലെത്തിയതെന്നാണ് 2024 ജനുവരി 6. ഓക്കെ, അപ്പോൾ ജനുവരി 6 2024 ജനുവരി 6 ലക്ഷ്യസ്ഥാനത്തെത്തി. വിക്ഷേപണം നടന്നത് 2023 സെപ്റ്റംബർ 2 ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തത് 2008 ആദിത്യ L1 എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്തത് 2008 വിക്ഷേപണം നടന്നത് 2023. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. അതുപോലെ ലഗ്രാഞ്ച് 1 എന്ന് പറയുന്ന പോയിന്റ്, L1 പോയിന്റ് എന്താണ്? ആ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം തുല്യമായിരിക്കുന്ന പോയിന്റാണ് ലഗ്രാഞ്ച് 1 പോയിന്റ്. ഈ ലഗ്രാഞ്ച് പോയിന്റിലുള്ള ഹാലോ ഭ്രമണപഥത്തിൽ ഈ ആദിത്യ L1 എത്തിയതെന്നാ ജനുവരി 6. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ആദിത്യ L1 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സ്ലൈഡിലുള്ള എല്ലാ പോയിന്റ്സും ഒന്ന് ഓർത്തു വെക്കുക, ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പോസാറ്റിന്റെ വിക്ഷേപണം വിജയിച്ചു. എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞാൽ അത് 2024 ആദ്യ ദൗത്യമാണെന്നൊന്ന് ഓർത്തു വെക്കണേ. എക്സ്പോസാറ്റ് 2024 ISROയുടെ ആദ്യ ദൗത്യമാണ്. വിസാറ്റ് അടക്കം 10 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. PSLV റോക്കറ്റിന്റെ 60ാമത് ദൗത്യമാണ്. PSLV C58 വിക്ഷേപിച്ചത്. ഓക്കെ, എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു 2024 ജനുവരി 1. അത് ന്യൂ ഇയറിനാണല്ലേ വിക്ഷേപിച്ചത്. ഓക്കെ, എന്താ ലക്ഷ്യം? എന്താണ്? എക്സ്റേ തരംഗങ്ങളെ ബഹിരാകാശത്തു നിന്ന് നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ താരകങ്ങളെയും കുറിച്ച് പഠിക്കുക, പഠന വിധേയമാക്കുക എന്ന് പറയുന്നതാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ഓക്കെ, ഇനി കാലാവധി എത്രയാണ്? 5 വർഷമാണ് എക്സ്പോസാറ്റിന്റെ കാലാവധി. 5 വർഷം. മിഷൻ ഡയറക്ടർ ഡോക്ടർ M ജയകുമാർ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എക്സ്പോസാറ്റ് 2024 ആദ്യ ദൗത്യമാണ്. PSLV റോക്കറ്റിന്റെ 60ാമത് ദൗത്യം ഏത് വാഹനത്തിലാണ് വിക്ഷേപിച്ചത്? PSLV C58. ഇതൊക്കെ ചോദിക്കും. PSLV C58 60ാമത് ദൗത്യം, 2024 ആദ്യ ദൗത്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നോക്കിയിരിക്കരുത്, എഴുതി വെക്കണം കേട്ടോ. എത്ര വർഷമാണ് കാലാവധി? 5 വർഷം. ഓക്കെ, വിക്ഷേപണം നടത്തിയത് 2024 ജനുവരി 1 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും. ഓക്കെ, ക്ലിയർ ആണോ? എക്സ്റേ തരംഗങ്ങളെ ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷിക്കുന്നതിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ താരങ്ങളെക്കുറിച്ചും ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിക്കുക എന്ന് പറയുന്നതാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ഓക്കെ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. ഓക്കെ, കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. നളിനം എന്ന് പറഞ്ഞാൽ എന്തുവാ? താമര അല്ലേ? ഇതാ നിറയെ താമരപ്പൂക്കളല്ലേ? നളിനകാന്തി ടി പത്മനാഭന്റെ ജീവിതം ആസ്പദമാക്കി സുസ്മേഷ് ചന്ദ്രോത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നളിനകാന്തി. ഓക്കെ, അടുത്ത് നോക്കാം. അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നളിനകാന്തി എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ്? ടി പത്മനാഭനാണ്. നളിനകാന്തി എന്ന് പറയുന്ന സിനിമ ആരെക്കുറിച്ചുള്ളതാണ്? ടി പത്മനാഭനെ കുറിച്ചുള്ളതാണ്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥ. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. കണ്ടോ, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയാണ് മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ഓക്കെ, മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയുടെ പേര് പറഞ്ഞ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലൻ 24ന്റെ വേദി വിശാഖപട്ടണമാണ് കേട്ടോ. മിലൻ 24ന്റെ വേദി എവിടെ? വിശാഖപട്ടണം. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലൻ 24ന്റെ വേദി വിശാഖപട്ടണമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്ത് ആദ്യമായ ഒരു സർക്കാരിന് കീഴിൽ OTT പ്ലാറ്റ്ഫോം രൂപീകരിച്ചത്
രൂപീകരിച്ചത്? കേരളമാണ്. ഓക്കെ, രാജ്യത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ OTT പ്ലാറ്റ്ഫോം രൂപീകരിച്ചത് കേരളമാണ്. കേരളത്തിൻ്റെ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താ? സി സ്പേസ് എന്നാണ്. കേരള ലോഞ്ചസ് ദ കൺട്രീസ് ഫസ്റ്റ് ഗവൺമെൻറ് ഓൺഡ് OTT പ്ലാറ്റ്ഫോം. രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ് ഓൺഡ് OTT പ്ലാറ്റ്ഫോം രൂപീകരിച്ചത് അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്തത് കേരള ഗവൺമെൻറ് ആണ്. കേരളത്തിൻ്റെ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് സി സ്പേസ് എന്നാണ്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് സി സ്പേസിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സി സ്പേസിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? 525 രൂപ, 1-2 രൂപയാണോ? അല്ല, 525 രൂപ. 525 രൂപ അല്ലേ? 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത് മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. അവരുടെ 525ാമത് ജന്മദിനമായിരുന്നു. രാജസ്ഥാനിലെ രജപുത്ര രാജകുമാരിയും നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത മീരാ ഭജനുകളുടെ കർത്താവുമാണ് മീരാഭായി. ഓക്കെ, മീരാഭായി രാജസ്ഥാനിലെ രജപുത്ര രാജകുമാരിയാണ് അല്ലേ? അതുപോലെ ഒരുപാട് ഭാഷകളിലോട്ട് മീരാ ഭജനുകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. നിരവധി ഭാഷകളിലോട്ട് വിവർത്തനം ചെയ്ത മീരാ ഭജൻ എഴുതിയതാരാണ്? അതിൻ്റെ ഓഥർ ആരാണ്? മീരാഭായി ആണ്. ഓക്കെ, ശരി. ഇവിടെ എന്തോ കൊടുത്തിരിക്കുന്നത്? Let's spread the message of love and devotion by buying commemorative coin on the occasion of the birth anniversary of Saint Meerabai. ഓക്കെ, ശരി. ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് കൊൽക്കത്തയിലെ മിൻറ്റിലാണത് ഉണ്ടാക്കിയതെന്നല്ലേ? ഓക്കെ, ശരി, ആയിക്കോട്ടെ. ആ ഒരു ലവ് ആൻഡ് ഡിവോഷൻ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇറക്കിയിട്ടുള്ളത് അല്ലേ? അത് മേടിക്കാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ശരി, അപ്പോൾ ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപ നാണയം പുറത്തിറക്കിയത്? മീരാഭായി. ഓക്കെ, മീരാഭായി. ഇനി അടുത്തത്, ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി. കണ്ടോ, ദബാരി കുരുവിയാണ്. ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി. സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ്. ഇരുള ഭാഷയിലാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. ഇരുള ഭാഷ, ഏത് ഭാഷ? ഇരുള ഭാഷയിലാണ് സംവിധാനം അല്ലെങ്കിൽ ചിത്രീകരണം പൂർത്തിയാക്കിയത്. ഓക്കെ, അപ്പോൾ ശരി, മനസ്സിലായി. ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് ദബാരി കുരുവി. സംവിധാനം നടത്തിയത് പ്രിയനന്ദനൻ. ഭാഷ ഏതാ? ഇരുള ഭാഷ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിക്സ് കൂട്ടായ്മയിൽ 5 രാജ്യങ്ങൾ കൂടെ ചേരുവാണ്. ബ്രിക്സ് കൂട്ടായ്മയിൽ 5 രാജ്യങ്ങളും കൂടെ. അപ്പം ബ്രിക്സ് കൂട്ടായ്മയിലെ പുതിയ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇറാൻ, സൗദി അറേബ്യ, UAE, എത്യോപ്യ, ഈജിപ്റ്റ് അല്ലേ? ഓക്കെ, ശരി. ഇറാൻ, സൗദി അറേബ്യ, UAE, എത്യോപ്യ, ഈജിപ്ത്. അപ്പം ഈജിപ്റ്റ് ഉണ്ട്, ഇറാൻ ഉണ്ട്, എത്യോപ്യ ഉണ്ട്, UAE, സൗദി അറേബ്യ. ഇവരൊക്കെയാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ പുതിയ അംഗങ്ങൾ. ആരൊക്കെയാണ്? സൗദി അറേബ്യ, ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെങ്കിൽ UAE ഉണ്ട്, ഈജിപ്റ്റ്, ഇറാൻ, പിന്നെ എത്യോപ്യ. ഓക്കെ, അപ്പോൾ ഇത്ര രാജ്യങ്ങൾ, 5 രാജ്യങ്ങളും കൂടെയാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ പുതിയ അംഗങ്ങൾ. അപ്പോൾ ഇതോടെ ബ്രിക്സിലെ അംഗങ്ങൾ എത്ര? 10 അംഗങ്ങളായി. അപ്പോൾ ഓൾറെഡി ആരൊക്കെ ഉണ്ടായിരുന്നു? ബ്രിക്സിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ബ്രസീൽ, അതുപോലെ ബ്രസീലുണ്ട്, റഷ്യ ഉണ്ട്, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അതാണ് ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, അതുപോലെ സൗത്ത് ആഫ്രിക്ക. ഇത്ര 5 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 5 രാജ്യങ്ങളും കൂടെ വന്നു. സൗദി അറേബ്യ, ഈജിപ്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇറാൻ, എത്യോപ്യ. ഓക്കെ, 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ് ആണെന്ന് ഓർത്തു വെക്കുക. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? ജോഹന്നാസ്ബർഗ്. ഓക്കെ, ഇനി ബ്രിക്ക് രൂപീകരിച്ചത് എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക ഇല്ലാതെ ബ്രിക്ക് മാത്രം, BRIC എന്ന് പറഞ്ഞാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന മാത്രമായിട്ട് രൂപീകരിച്ചത് 2006ലാണ്. ബ്രിക്ക് രൂപീകരിച്ചത് 2006ലാണ്. 2010ലാണ് സൗത്ത് ആഫ്രിക്ക അംഗമാവുന്നത്. അപ്പോൾ അത് ബ്രിക്സ് ആയിട്ട് മാറി. ഓക്കെ, മനസ്സിലായോ ഈ പറഞ്ഞ കാര്യം? 2006 ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ബ്രിക്ക്. ഇത് 2010 ആയപ്പോഴത്തേക്കും ആരും കൂടെ വന്നു?
പ്ലസ് സൗത്ത് ആഫ്രിക്ക അല്ലേ, പ്ലസ് സൗത്ത് ആഫ്രിക്കയും കൂടെ വന്നു. ശരി, ഇനി ഇപ്പം നമ്മൾ പറഞ്ഞത് 2024 ആയപ്പോഴത്തേക്കും പുതിയതായിട്ട് 5 രാജ്യങ്ങൾ വന്നു അല്ലേ, 5 കൺട്രീസും കൂടെ പുതിയതായിട്ട് വന്നു. ഏതൊക്കെയാണത്? സൗദി അറേബ്യ, ഈജിപ്ത്, UAE, ഇറാൻ, അതുപോലെ എത്യോപ്യ. ഓക്കെ, ക്ലിയർ ആണോ? ശരി, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഐക്യരാഷ്ട്ര സംഘടന ജനീവ ഘടകം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അരിന്ദം ബാഗ്ചി. ഇത് ഓൾറെഡി എക്സാമിന് ചോദിച്ചു, പക്ഷെ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ കാര്യം എന്താണ്? ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി എന്നറിയപ്പെടുന്നത് രുചിര കാംബോജും, ഇത് ജനീവ ഘടകത്തിൻ്റെ മാത്രം പ്രതിനിധിയാണ് ആര്? അരിന്ദം ബാഗ്ചി. ഇതായി പുള്ളിയാണ് അരിന്ദം ബാഗ്ചി. ഓക്കെ, അപ്പോൾ ശരി, ഐക്യരാഷ്ട്ര സംഘടന ജനീവ ഘടകം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി. ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാ? രുചിര കാംബോജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഒന്നാമത് രാജ്യം ഏതാ? അമേരിക്കയാണ്. ഒന്നാമത് അമേരിക്ക, രണ്ടാമത് ഇന്ത്യ. ഓക്കെ, ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ഗബ്രിയേൽ അറ്റർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി അല്ലേ, ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഗബ്രിയേൽ അട്ടറാണ് ഫ്രാൻസിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട്, പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്, യങ്ങസ്റ്റ് ആണ് അല്ലേ, യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ ശരി, അതും നമുക്ക് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോക വ്യാപാര സംഘടനയുടെ അല്ലെങ്കിൽ WTOയുടെ ഇന്ത്യൻ അംബാസിഡറായിട്ട് നിയമിതനാകുന്നത് സെന്തിൽ പാണ്ഡ്യൻ. ലോക വ്യാപാര സംഘടന ഇന്ത്യയുടെ അംബാസിഡറായിട്ട് നിയമിതനാവുന്നത് സെന്തിൽ പാണ്ഡ്യ. ഇന്ത്യൻ ഗവൺമെൻറ് അപ്പോയിന്റ് സെന്തിൽ പാണ്ഡ്യൻ ആസ് അംബാസിഡർ ടു WTO. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. ഓക്കെ, അരവിന്ദ് പനഗിരിയാണ് ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, അരവിന്ദ് പനഗിരിയ. അപ്പോൾ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? NK സിംഗ് ആണ് കേട്ടോ. 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്. ഇനി ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ ശുപാർശകൾ നൽകുന്ന ഭരണഘടനാ സ്ഥാപനമാണ് എന്നോർത്തു വെക്കുക. ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളിൽ ശുപാർശകൾ നൽകുന്ന ഭരണഘടനാ സ്ഥാപനം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ അരവിന്ദ് പനഗിരിയ, ഫോമർ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് ആൻഡ് പ്രൊഫസർ ഇൻ കൊളംബിയ യൂണിവേഴ്സിറ്റി, വിൽ ബി ദ ചെയർമാൻ ഓഫ് ദ 16th ഫിനാൻസ് കമ്മീഷൻ. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാവുന്നത് അരവിന്ദ് പനഗിരിയാണ്. മുന്നേ അദ്ദേഹം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിരുന്നു അല്ലേ, ഫോമർ വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്, അറിയാം. ഇനി അടുത്തത് 2024 ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ. ഇവിടെ സ്ക്രീനിൽ ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, ഈ വെള്ളിവരകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? വെള്ളിവര കണ്ടൂടെ? ഓക്കെ, അപ്പോൾ ശരി, 2024 ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ചിത്രശലഭത്തിൻ്റെ പേരെന്താണ്? മേഘമല വെള്ളിവരയൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്തു പോയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇതിൽ പഠിച്ചതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചു, ഞാൻ എല്ലാം പറയുന്നില്ല, അതിനുള്ള സമയമില്ല. ഏതൊക്കെയാണ് പഠിച്ചതെന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കോ. ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണൻ, അതുപോലെ സ്വാതി സംഗീത പുരസ്കാരം PR കുമാര കേരളവർമ്മ, ബഷീർ അവാർഡ് 16ാമത് ബഷീർ അവാർഡ് ആർക്കാണ്? E സന്തോഷ് കുമാർ, പിന്നെ ഹരിവരാസന പുരസ്കാരം PK വീരമണിദാസ്. അതുപോലെ നമ്മൾ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചു, സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം പഠിച്ചു, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അല്ലേ, രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം വേദിയായത് ആലപ്പുഴയാണ് കേരളത്തിൽ നിന്ന്. പിന്നെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഭാഗ്യചിഹ്നം വീരമംഗ, അതെവിടെ? തമിഴ്നാട്ടിലാണ് നടന്നത്. പിന്നെ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ കൈറ്റ് രൂപം കൊടുത്തൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പഠിച്ചു. ദേശീയ യുവജന ദിനം അല്ലെങ്കിൽ ആ യുവജനോത്സവ വേദി എവിടെയാണെന്ന് പഠിച്ചു. പിന്നെ DKN യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് വന്നത് ഗിഫ്റ്റ് സിറ്റിയിലാണ്.
മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിൻ്റെ പേര് മാറ്റി, ആ ഒരു പാലത്തിൻ്റെ പേര് മാറ്റി ശിവ്ജി നവസേവ അടൽ സേതു പാലം എന്നാക്കി അല്ലേ. ഇനി അടുത്തത് കെ സ്മാർട്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്കിൻ്റെ മിസ്യൂസ് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓർമ്മത്തോണി എന്താ, ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. ഡിജി കേരളം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇന്ദ്രധനുസ് ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ്. അതുപോലെ GSAT-20 ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് പെരിഗ്രിൻ എന്ന് പഠിച്ചു അല്ലേ. അതുപോലെ ആദിത്യ L1 ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ഒരു എക്സാമിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കുക. അതുപോലെ എക്സ്പോസാറ്റ് 2024 ആദ്യത്തെ ദൗത്യമാണ്. PSLV C-58 വിക്ഷേപിച്ചത് അല്ലേ. ഇനി നളിനഗാന്ധി ആരുടെ ബയോപിക് ആണ്? T പത്മനാഭൻ. ഓക്കെ, ഇനി അടുത്തത് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ ആത്മകഥയാണ്. ഓക്കെ, മിലൻ 24 വേദി വിശാഖപട്ടണം. കേരളത്തിൻ്റെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. മീരാഭായിയുടെ ഓർമ്മയ്ക്കാണ് 525 രൂപ നാണയം പുറത്തിറക്കിയത്. ദബാരി കുരുവി ഇള ഭാഷയിലുള്ള ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയാണ്. പിന്നെ ബ്രിക്സിൽ പുതിയതായിട്ട് ചേർന്ന രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ ഐക്യരാഷ്ട്രസഭ UNOയുടെ ജനീവ ഘടകം ഇന്ത്യൻ അംബാസിഡർ ആരാണ്? സ്ഥിരം പ്രതിനിധി ആരാണ്? അരിന്ദം ബാഗ്ചി. ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാ? രുചിര കാംബോജ്. അത് രണ്ടും മാറിപ്പോവാതെ പഠിച്ചു വെക്കുക. ഇനി ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അട്ടർ അല്ലേ. ഇനി സെന്തിൽ പാണ്ഡ്യനാണ് WTOയുടെ ഇന്ത്യൻ അംബാസിഡർ. ഓക്കെ, നമ്മുടെ 16ാമത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗിരിയ. തെറ്റിപ്പോവരുത്, മറന്നുപോകരുത്. ഓക്കെ, ഓർത്തു വെക്കുക കേട്ടോ, അരവിന്ദ് പനഗിരിയ. അടുത്തത് മേഘമല വെള്ളി വരയൻ എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രശലഭമാണ്. ഓക്കെ, അങ്ങനെ പഠിക്കുക. ഇനി അടുത്ത് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ 2024 LDC പ്ലസ് ബാച്ച് ഏപ്രിൽ 25 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച്. ഇപ്പോൾ നിങ്ങൾക്കതിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. 200 രൂപയാണ് 2024 LDC പ്ലസ് ബാച്ചിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഡെയിലി ടൈം ടേബിൾ, അതുപോലെ തന്നെ PDF മെറ്റീരിയൽസ്, 5 മണിക്കൂർ ഡെയിലി ലൈവ് ക്ലാസ്സുകളൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ ഉണ്ടാവുക. ഡെയിലി എക്സാംസ് ഉണ്ടാവും. റിവിഷൻ ഉൾപ്പെടെ 3 മാസം കൊണ്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ശരി, ജൂലൈ 27 തിരുവനന്തപുരം ജില്ലയിൽ എക്സാം എഴുതുന്നവർക്ക് പോലും അവർക്ക് നല്ല രീതിയിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് 2024 LDC പ്ലസ് ബാച്ച്. അപ്പം ഇതുവരെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ ഞാനൊരു ഒരു മെസ്സേജ് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ മെസ്സേജിൽ എങ്ങനെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. kamalobbil@IOB എന്ന് പറയുന്നതാണ് നമ്മുടെ UPI ID കേട്ടോ. kamalobbil IOB അതാണ് നമ്മുടെ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അതുകൊണ്ട് IOB, kamalobbil@IOB എന്ന് പറയുന്നതാണ് UPI ID. ഈ UPI IDയിലോട്ട് 200 രൂപ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അവിടെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെലഗ്രാം ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിലോട്ട് പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അന്നേരം നിങ്ങളെ പ്രൈവറ്റ് ചാനലിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ശരി, 2024 LDC പ്ലസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ആ ഒരു ക്ലാസ്സിൽ കാണാം. പിന്നെ ഇപ്പം ഞാൻ എടുത്ത ക്ലാസ്സില്ലേ, ഈ ക്ലാസ്സിൻ്റെ PDF മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ PDF ഷെയർ ചെയ്യുന്നത് നമ്മുടെ കമലോബിൽ PSC എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും. ഇനി മുതൽ ഡെയിലി കമലോബിലിൽ കറണ്ട് അഫേഴ്സിൻ്റെ ഫ്രീ ക്ലാസ്സുകൾ ഡെയിലി ഉണ്ടാവും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ, കമലോബിൽ PSC. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, പത്രവാർത്തകൾ എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ചാനൽ പറഞ്ഞില്ലേ, പത്രവാർത്തകളിൽ ജോയിൻ ചെയ്യുക. ഓൾറെഡി ഇപ്പോൾ 1 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു ചാനലാണെന്ന് പറഞ്ഞാൽ അത്രയും പേര് ആ ചാനൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ശരി, നിങ്ങൾക്കും അത് ഉപയോഗിക്കാം, വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ശരി, അത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. നന്നായിട്ട് പഠിക്കുക. ഇനി വളരെ കുറച്ച് സമയമാണ് നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ പഠനം നല്ല ടോപ്പ് ഗിയറിൽ തന്നെ ഇട്ടോളാം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ ഫ്രണ്ട്സ്.